ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതായത് പണ്ട് നമ്മുടെ കൂടെ വീഡിയോ എടുത്തിരുന്ന ഒരാളെ വീണ്ടും ഞാൻ കണ്ടുമുട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. കളക്ടറെ നമ്മൾ വീണ്ടും കണ്ടു. കളക്ടറുടെ തോട്ടം അന്ന് ചെറിയ തോട്ടമായിരുന്നു, പക്ഷേ ഇന്ന് നല്ല ആദായമൊക്കെ കിട്ടുന്ന ഒരു തോട്ടമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളെ ചേർത്ത് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് പഴയ നിങ്ങൾ പറഞ്ഞായിരുന്നു ഒരു തവണയും കൂടെ ചെയ്തെടുത്ത ആളുടെ കൂടെ വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ തേടി പിടിച്ച് ഇതാണ് അന്ന് ഞാൻ എടുത്ത കളക്ടർ. അതേ കളക്ടറുടെ തന്നെ വീണ്ടും അതേ സെയിം സ്ഥലത്ത് തന്നെ വച്ച് പുതിയൊരു വീഡിയോയും കൂടി ചെയ്യുകയാണ്. ആ ചെടി അന്ന് നട്ടപ്പോൾ കുഞ്ഞു ചെടിയാണ്, അത് നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞ് അത് വളർന്ന് വലുതായി ഇപ്പം അതൊരു വലിയ ആദായമൊക്കെ ഉള്ളൊരു തോട്ടം ചെടിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. സ്റ്റേ. இதுதானே உங்க தோட்டம்? ஆமா, இதான் எங்க தோட்டம். ஓகே. உங்க தோட்டத்துல இப்போ நீங்க என்ன பண்ணிட்டு இருக்கு? இப்போ பூ பறிட்டு இருக்கு, செடி வளர்த்து பூ பறிட்டு எல்லாம் ஆகுது. இப்போ ஸ்டார்ட் ஆகுமா இந்த மொட்டெல்லாம் எடுக்கிறதுக்கு? இல்லை, கொஞ்சம் நாளாக வரும். சரி சரி. கொஞ்ச நாள். இப்போ எவ்வளோ இருக்குது ഇതിന്ന്? ഇപ്പോൾ 2 കിലോ ഇല്ല 3 കിലോ വരും. 2 കിലോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഇപ്പോൾ കുറച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ പൂ പറിക്കുമ്പോഴത്തേക്കിനും 2-3 കിലോയൊക്കെ ഉള്ളൂ. അത് എവ്വളോ എമൗണ്ടൊക്കെ വരും? എപ്പോഴും ഒരു 5000 രൂപയ്ക്ക് വരും. ഓക്കെ. മാസം 5000. ഓക്കെ. അപ്പോൾ ഇപ്പോൾ തുടക്കം ആയതുകൊണ്ട് മാസം ഒരു 5000 രൂപയൊക്കെ വരും. കുറച്ച് നാളൂടെ കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര വലിയൊരു റിച്ച് ആകും അല്ലേ? അപ്പം നമ്മുടെ കളക്ടർ റിച്ചാകാൻ തുടങ്ങിയിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരിയൊക്കെ ഉള്ളതിന് ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ എന്ന് വളർന്നിട്ട് എന്ന് പറിക്കാനാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷേ ഭയങ്കര ഒരു വലിയ ആളാണ് കേട്ടോ. ഇതേ വളർന്ന് വലിയ സംഭവമൊക്കെ ആയിട്ട് മാറി. ഇപ്പോൾ 5000 രൂപയൊക്കെ മാസം മേടിക്കാനുള്ള ആളായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു അത്ഭുതമാണ് എനിക്ക്. കാരണം അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പോലും ഇപ്പോൾ റെഡി ആയില്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെ എങ്ങനെയാണ് ഇത് പൂവൊക്കെ പറിക്കുന്നത്? ഈ പൂവായിട്ടാണോ പറിക്കുന്നത് അതോ? பூ இது உடனே டெய்லி பறக்கணும். இப்போ காயா இருக்கா, இன்னும் நாளை காலையில் இதே மாதிரி பூவாயிடும். അപ്പം ഞാൻ ഇതാണോ? இப்போ இது மாதிரி இருக்கா, இப்போ இதே மாதிரி ஆயிடும். ஓகே. இப்போ இது இருக்கா, அதே மாதிரி ஆயிடும். അപ്പൊ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് കേട്ടോ. ഇതേ മാതിരി കണ്ടോ, ഇതുപോലത്തെ ഇതാണ് പറിച്ച് കൊണ്ട് വിൽക്കുന്നത്. അപ്പോൾ ഇതാണ് തോട്ടം കേട്ടല്ലോ. ഇത് മാത്രമല്ല, വേറെ കുറേ തോട്ടങ്ങളുണ്ട്. അന്നത്തെ വെള്ളച്ചാട്ടമൊക്കെ ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അതൊക്കെ പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. പക്ഷെ ഇതാണ് തോട്ടം. അപ്പം ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും കണ്ടോ, വളരെ മനോഹരമായ ഒരു തോട്ടവും അതിൻ്റെ ഉടമയായ കളക്ടറിൻ്റെ കൂടെയാണ് ഇന്ന് എൻ്റെ ദിവസം. അപ്പോൾ എല്ലാവരും വീഡിയോകളൊക്കെ കാണണം കേട്ടോ. തുടർന്ന് ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നേക്ക് പിടിങ്ങുമാ? ഒരെണ്ണം പിടിങ്ങി സാപ്പിടുമാ? നാനാ ഇല്ല, നീങ്ക പിടിങ്ങി തരണം. ഇല്ല, ഒരെണ്ണം പിടിങ്ങിട്ടാ. இப்படிதான் எடுக்கணும் അല്ലേ? இப்படியே பிடிங்கி எடுக்கும். போதும் கொஞ்சம் போதுം. ഞാൻ കുറച്ച് പൂ ചോദിച്ചു. അപ്പോൾ ഇതാണ് പൂ കണ്ടോ, മൊട്ട്. ഇതാണ് പറിച്ചു തന്നിരിക്കുന്നത്. എനക്കാக തന്നിരിക്കാ. ഇങ്ങിട്ട് പാറ്. പോതും കൊഞ്ചം പോതും. എനക്കാக തന്നിരിക്കാ. സൂപ്പറാ. സ്മെല്ലൊന്നും മണമൊന്നും വരില്ല. മണമൊന്നും. ഓക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഈ വീഡിയോയും ഞങ്ങൾ രണ്ടുപേരും പൂ പറിക്കുന്നു, പൂവിൻ്റെ മൊട്ട് പറിക്കുന്നു. അപ്പോൾ ഇത് കുറച്ചൊക്കെ കൊണ്ട് ഞാനും കളക്ടർ ഇന്നുകൊണ്ട് കടയിൽ കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങിക്കും അല്ലേ? ഇന്ന് പൂവെല്ലാം പിടുങ്ങി കടയിൽ പോയി കൊടുത്ത് എവ്വളോ എമൗണ്ട്? 5000 രൂപ വാങ്ങും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം കളക്ടറോടാണ് കേട്ടോ. എന്നേലൊക്കെ പറഞ്ഞു சுற்றி பார்க்கறதுக்கு கரெக்டு தான். அப்படிதான்.
இது இந்த தோட்டத்தில் எப்போ வேலையெல்லாம் முடியும் உங்களுக்கு? இப்போ முடியும். அப்படியா? அதுக்கப்புறம் என்ன வேலை? அதுக்கப்புறம் கரெக்ட் வீட்டுக்கு போயிட்டு தண்ணி எல்லாம் குடிச்சு சாப்பாடெல்லாம் முடிச்சு சாப்பிட சாயங்காலம் வருமா? ஆமாம், சாயங்காலம் நைட்டு வருமா? நைட்டு வந்து என்ன பண்ணும்? அவ்வளோ பிறக்கிட்டு வீட்டுக்கு போய் குளிச்சுட்டு தூங்கிடுவேன். ஓகே ஓகே. அப்போ சாயந்தரம் வரும்போது கொஞ்சம் தண்ணி எல்லாம் போடுவேன். அது தென்னை மரம் வாங்கிட்டு போகணும்ல. அப்போ இதில் தண்ணி எல்லாம் போட்டு எல்லாம் அப்போ ஒரு எவ்வளோ மூடு இருக்குது? 100. எவ்வளோ மூடு, எவ்வளோ செடி இருக்கு? 100. അപ്പൊ 100 ചെടിയുണ്ട് കേട്ടോ. 100 ചെടിയോട് കൂടിയിട്ടുള്ള ഒരു തോട്ടമാണ് നമ്മൾ ഈ തോട്ടം. அப்படியா? അത് പിച്ചിപ്പൂ. പിച്ചിപ്പൂവിന്റെ ചെറിയൊരു. അപ്പൊ ഇതെല്ലാം കൊറേ പിടുങ്ങി എടുത്തല്ലോ. കൊഞ്ചം പിടുങ്ങി എടുത്തിருக்கு. மீதி 10 நிமிஷத்துல மீதி எல்லாம் முடிச்சிட்டு இன்னைக்கு கொண்டா கடையில கொடுக்குமா இது? நான் தலை இருக்கும். நீங்க இது கொடுத்து கடையை கொடுக்குமான்னு கேட்டேன். இன்னைக்கு இது எனக்கு ரொம்ப பிடிச்சிருக்கு. உங்களோட சந்தோஷமா தந்திருக்குல்ல, அதனால எனக்கு ரொம்ப பிடிச்சிருக்கு. நான் அதனால தேடி பார்த்து இந்த தோட்டத்துக்கு திரும்பி வந்திருக்கு உங்களை பார்க்கறதுக்கு. உங்களோட இனி திரும்பி ஒரு வீடியோ எடுக்கிறதுக்கு. அவ்வளோ கஷ்டப்பட்டு வந்திருக்குல்ல. ശരി ശരി. അപ്പോൾ ഞങ്ങൾ ഇനിയും പോയിട്ട് അവരോട് പോയി ചെറിയൊരു ടീ കുടിച്ചിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ടറോട് ഉള്ള എൻ്റെ ഒരു ഡേ. കളക്ടറുടെ പൂന്തോട്ടത്തിൽ നിന്നുള്ള ഒരു ദിവസം ഇതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയല്ലേ? പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ പഴയ ചെയ്ത ആൾക്കാരുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഹായ്. കളക്ടർക്ക് അന്നും ഫോണില്ലായിരുന്നു, ഇന്നും ഫോണില്ല. അതുകൊണ്ടാണ് ഞാൻ തേടി വന്നത് കേട്ടോ. കളക്ടറെ വിളിക്കാനോ നമുക്ക് കണക്ട് ചെയ്യാനോ ഒന്നുമില്ല. അപ്പം അന്ന് നമ്മൾ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെയാണ് കളക്ടർ ഇന്നും. അന്നും ഫോണില്ല, സിം കാർഡില്ല, ഒന്നുമില്ല, ഒരു ബട്ടൺ ഫോൺ പോലും ഇല്ല. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ഇദ്ദേഹം. ഫോണും ഇല്ല, സിം കാർഡും ഇല്ല, ബട്ടൺ ഫോണോ ഒന്നുമില്ല. വളരെ വിശാലമായ മനസ്സുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഈ തോട്ടമൊക്കെ നോക്കി നടത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതുണ്ടോ കളക്ടറുടെ കുഞ്ഞു പൂവ്? ഇങ്ങനെ വായി വെച്ചാൽ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ.